എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്നൊരു കിടിലൻ ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചരിയും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത കൂട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു അരി ഒരുമിച്ചല്ല 2 തവണയായിട്ടാണ് അരയ്ക്കുന്നത്. ആദ്യത്തെ തവണ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള കുത്തരിയാണ്. 3-4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടണം കുത്തരി. അപ്പോൾ നിങ്ങൾ ഈ മാവ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കുത്തരിയൊക്കെ കുതിർത്തൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു തരത്തിൽ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായി പോകാനോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകാനോ പാടില്ല. ഇനി നമുക്കിതും കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. കൈ നന്നായി വാഷ് ചെയ്തിട്ട് വൃത്തിയുള്ളതായിരിക്കണം. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ 3 വറ്റൽമുളക് കീറിയിട്ടതും 1 പിഞ്ച് ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കട്ടകളില്ലാതെ യോജിപ്പിച്ചെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര പാനി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസാണ്. 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണേ. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ബട്ടർ പേപ്പർ ഒന്നും ഇടേണ്ട ഒരാവശ്യവുമില്ല, നെയ്യ് പൊട്ടിക്കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഫോർക്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മാത്രമല്ല നമ്മുടെ ബാക്കി വന്ന പാലപ്പം മാവൊക്കെ കളയുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ആരോഗ്യപ്രദമായിരിക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.